തന്നു. ജീവിതത്തിൽ ഒരിക്കലും ബ്രാൻഡി കുടിക്കരുത് കേട്ടോ മോനെ. നിനക്കറിയാല്ലേ ഇയാളാണ് എന്റെ മുറിയിൽ ഇവന്റെ പുറത്തുകൂടി കയറ്റി ഇറക്കേണ്ടി വരുന്നതാ തോന്നുന്നത്. ഓ മലയാളിയാണ് അല്ലടാ. കേട്ടടാ, എന്റെ നെഞ്ചത്തോടെ കേട്ടടാ. നിന്റെ അപ്പനെ പറിച്ചു തന്നടാ ഈ ബോംബെ റോഡ്. നിന്റെ പാട്ട വണ്ടി. अरे यार झगड़ा छोड़ो, निकलो यहाँ से. ഓടി കേട്ടടാ, വാതിലടക്കില്ലേന്ന്. എനിക്കൊരു കാര്യം പറയാണ്ട്. എനിക്ക് നിന്റെ അമ്മയ്ക്ക് വിളിക്കാനാ. നിന്റെ അമ്മയുടെ നെഞ്ചത്തോടെ കേട്ടടാ പന്നി. നോട്ടുകളെല്ലാം നമ്പേർഡ് ആയിരിക്കും, സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവരെ ഇതിവിടെ ഇരിക്കട്ടെ. നാളെ കാലത്ത് എല്ലാവരും ഫ്ലാറ്റിൽ വരിക. ബാക്കി തീരുമാനം അപ്പോൾ എടുക്കാം. നിങ്ങൾ നടന്നോ, എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. ബൈ. हेलो पुलिस कंट्रोल रूम, ध्यान से सुनिए. The National Bank has been robbed by one Mr. Thomas Matthews. हाँ, वो अपर्णा अपार्टमेंट्स रूम नंबर 202 में रहते हैं. बाय. ആ കാശ് ഒന്ന് കൈ കിട്ടിയിട്ട് വേണം നമ്മുടെ വിസ എടുക്കാൻ, നാട് വിടാൻ. എന്നിട്ട് നമ്മളൊരു തിരിച്ചുവരവുണ്ട്. നമ്മളെയൊക്കെ കളിയാക്കിയവരെയും കഷ്ടപ്പെടുത്തിയവരെയും മുമ്പിലേക്ക് ഈ കാശ് പറത്തിക്കൊണ്ട് നമ്മൾ പറയും, കണ്ടോടാ നമ്മുടെ കളിയാട്ടമെന്ന്. കഷ്ടകാലമേ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. तुम्हारा नाम थॉमस है? हाँ. तुम्हें कमिश्नर के ऑफिस आना पड़ेगा. എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും ഒറ്റിയതാണോ? താനല്ലേ ബാങ്കിൽ കിടന്ന് തോമാച്ചിന്റെ പേര് വിളിച്ചു പോയി പറഞ്ഞത്? പേരല്ലേ പറഞ്ഞ, അഡ്രസ് ഒന്നും പറഞ്ഞില്ല. വെറുതെ നമ്മളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. തർക്കിച്ച് നിൽക്കാനൊന്നും നേരമില്ല. നമുക്ക് വേഗം ഗരാജിൽ നിന്ന് പണമെടുത്ത് സ്ഥലം വിടാം. അതാ നല്ലത്. ചിലപ്പോ തോമാച്ചൻ പോലീസിന്റെ ഇടി കൊള്ളുമ്പോ സത്യം എല്ലാം തുറന്നു പറയും. ബാ. ഗോവിന്ദ, ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദ ആയത്. വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് തപ്പുന്നതിന് മുമ്പേ നാട് വിടണം. പിന്നെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞ ജയിലിൽ ഉണ്ട തിന്നാൻ കിട്ടുന്നത്, പോയി തിന്നടാ. മതി മതി, കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചു കാലത്തേക്ക്. വാ. വരുന്നില്ലേ? വരുന്നു. ആ, अभी से बैचलर लोगों को किराए पर घर नहीं देने का एक कमेटी का फैसला है. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയെ പറഞ്ഞു വിടാന്ന് തീരുമാനിച്ചു. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്. അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. വെറുതെ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക്. ആ ദേ വരുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ദേ കടയിലേക്ക് പോകും. കാലെ പിടിക്കാൻ നിലത്തടിക്കും കേട്ടോ. അയ്യേ, ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പെട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഓണർ. വാതില് താഴിട്ട് പൂട്ടി. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. നീ പോടാ പറ്റി. കുത്തി കൊടലിയാലെടുക്കും. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്.
ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചു. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കും? തൽക്കാലം പെട്ടി കൊണ്ട് തങ്കന്റെ കടയിൽ വെക്കാം, എന്നിട്ടൊരു സ്ഥലം തപ്പാം. വാ. വെറുതെ പേടിപ്പിക്കാൻ ഓരോ മുഖം ഉണ്ടാക്കി വെച്ചേക്ക. ഇവൻ തന്നെ എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. എന്തായടോ ആ പുതുവാളിന്റെ കാര്യം? അയാളെ കണ്ടോ? കണ്ടു. എന്റെ മുതലാളി ഒരു ഉപ്പി കള്ളിന് വേണ്ടി എന്ത് തന്തയില്ലായ്മയും കാണിച്ചോണ്ട് നടന്നിട്ടവനാവൻ. ഇപ്പൊ ഏതോ അമ്പലത്തിലോ പള്ളിയിലോ പോയി ധ്യാനിച്ച് കള്ളുകൂടി നിർത്തി സത്യവും ധർമ്മവും പറഞ്ഞോണ്ട് നടക്കുക. 10-30,000 മലയാളികളുള്ള ഈ ബോംബെയിൽ മുതലാളി അയാളുടെ മുപ്പിൽ തെറ്റെന്ന് ചാടിയല്ലോ. മുതലാളിയുടെ കഷ്ടകാലവും എന്നല്ലാതെ ഞാൻ എന്താ പറയാ? അപ്പോ അവനൊരുത്തനെ ഒതുക്കി കിട്ടിയാൽ എന്റെ കാര്യം താനേറ്റു. അതേനേറ്റു. മറ്റേ കാര്യങ്ങളൊന്നും എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം താൻ കൊക്കം വളർത്തുന്നുണ്ടോ? ആ കൊക്കല്ല മുതലാളി, ഈ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും ഒരു കുഞ്ഞു അറിയില്ല. വയ്ക്കോ, കോർട്ടിൽ നിന്ന് കാണാം. നീ കരയണ്ട. ആ കാശടിക്കാൻ വേണ്ടി ഗോവിന്ദൻകുട്ടി അവന്റെ കൂടെ ഉള്ളവരും ചേർന്ന് എന്നെ ഒറ്റിക്കൊടുത്തതാ. പക്ഷെ അത് അവന്മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ കാശെടുത്ത് അവിടെ നിന്ന് മാറ്റി. എനിക്ക് സമാധാനമായി. ചേട്ടനത് എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ പുറത്തു വരുന്നത് വരെ അതാരും അറിയാൻ പോകുന്നില്ല. അയ്യോ, ഈശ്വരനാണ് സത്യം, ഞാൻ കൊന്നു അറിഞ്ഞൂടാ. നിങ്ങളെ ചതിച്ചതെന്നാ അങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു പെങ്ങളെ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, കേസ് തോക്കുന്നുണ്ടായാൽ ഒറ്റയ്ക്കകത്ത് പോവില്ല, കൂടെ കൂട്ടുനിന്ന് നിങ്ങളും ഉണ്ടാവും പറഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാം. എന്തിന്? അയാൾ ഇവിടെ ചാത്താക്കെന്ന് പറഞ്ഞാൽ അതല്ലേ നീ ഓടിയത്? ഞാൻ ഓടി അതിനൊന്നുമല്ല. ഈ തരികളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഡിസക്ക് ഒരു 50,000 രൂപ അടച്ചെന്ന് പറഞ്ഞില്ലേ? അത് ഇയാളുടെ കാശ് കൊണ്ട്. അതിന് നീ ഓടി എന്തിനെ? ഈടാ അയാൾ കോടതി കെട്ടിവെക്കാൻ നിന്ന കാശെടുത്താ ഞാൻ വിസയ്ക്ക് കൊടുത്തത്. അന്ന് മുതൽ പോലീസിനെ കൊണ്ട് നടക്കുക എന്നെ തപ്പാൻ. ഇയാൾ അവളും തമ്മിൽ എന്ത് ബന്ധം? അതന്വേഷിക്കാൻ നിന്ന തോമസ് ചേട്ടൻ നമ്മളെ അകത്താക്കുന്നതിന് മുമ്പ് ഇയാൾ നമ്മളെ അകത്താക്കും. നമ്മളെ? ആ, ഞാൻ അകത്തായ നീ അതെങ്ങനെ? ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ? കുട്ടിക്ക് എന്താണ് എന്റെ ഓട്ടോഗ്രാഫ്? ഞാനൊരു ഫാനാ. എന്താ പേര്? എലീന. എന്താ ഇവിടെ? ലോ പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ വന്നതാ. ഓഹോ, നമ്പീഷൻ വക്കീലെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഓ, കണ്ടതിൽ സന്തോഷം. വരല്ലേ പറഞ്ഞു പറയുന്ന മനസ്സിലാക്കി. അച്ഛനെ വിളിച്ചതല്ല, അച്ഛന്ന് പറഞ്ഞതാ. അച്ഛന്ന് പറഞ്ഞ ഹിന്ദി നല്ലത്. വലിയ മെനക്കേട് എങ്ങനെ നിന്റെ കാര്യം? ചേട്ടാ ആ പെട്ടി ഇങ്ങനത്തെ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ, നീ ഇതൊന്ന് കൂട്ടി വായിച്ചേ. തമ്പുരാനും വന്ന ടെലഗ്രാം. അമേരിക്കൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനും ആരാണ്ട് വരുന്നെന്ന്. വണ്ടി അയക്കണമെന്ന് വല്ല എഴുതിയിട്ടുണ്ടോ നോക്കി. എന്താ എഴുതിയിരിക്കുന്നത്? റീച്ചിങ് ടുമോറോ മോർണിംഗ്. നാളെ തന്നെ വരുന്നുണ്ട് രാവിലെ. സമാധാനമായി. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണമെന്നോ മറ്റോ? നോ, വണ്ടി അയക്കണ്ട, നേരിട്ട് വന്നോളാന്ന്. ആ നമ്പീശൻ ഒന്നും പറയാൻ്റെ ടെലഗ്രാം വീട്ടിലേക്ക് കൊടുത്തയച്ചു. എന്തായാലും കാത്തിരിപ്പ് അവസാനിച്ചല്ലോ. ഈശ്വരൻ കാത്തു. വരട്ടെ. ഇങ്ങോട്ട് മാറ. എന്താടാ സ്ഥലം വല്ലതും കിട്ടിയോ? കിട്ടിയതുപോലെ തന്നെ. ചേട്ടനാ പെട്ടിയെന്ന് എടുത്തേ. നീ എന്തിനാ അയാളോട് ഞാൻ തന്നെ എടുത്തോളാം. അയാളോട് കള്ളം പറഞ്ഞു? 6 മാസം കഴിഞ്ഞ് അയാളുടെ കൊച്ചവും വരുന്നല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്? എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ കണ്ടല്ല. അല്ല, അയാളുടെ കൊച്ചു വന്ന ആളെ. അതെങ്ങനെ? നീയാണ് അയാളുടെ കൊച്ചുമോൻ. ഞാൻ എങ്ങനെ അയാളുടെ കൊച്ചുമോനാവും? പറയാം. നീയാണ് കുഞ്ഞുണ്ണി. ഞാൻ ഈടാ കയ്യിൽ 10 കാശില്ല. തോമസ് കുഴപ്പിച്ച പോലീസ് നമ്മളെ തപ്പും. തോമസ് എന്തിന് തപ്പുന്നത്? ഈടാ പോലീസ് തപ്പുന്നു. തെരുവിൽ കിടക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ.
അയാളുടെ കൊച്ചുമോൻ 7-8 വയസ്സിലെങ്ങനെ വീട് വിട്ടു പോയതാ. കണ്ണ് കണ്ടുകൂടാത്തോണ്ട് അവനിപ്പോ എങ്ങനെ ഇരിക്കുമെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. താമസിക്കാൻ ഒരിടം തൽക്കാലം അത്രയും കരുതിയാൽ മതി. അപ്പൊ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടൊക്കെ ഉടക്കായതുകൊണ്ട് ആരും അങ്ങോട്ട് വരാനേ പോകുന്നില്ല. 6 മാസത്തിന് നമ്മുടെ കേസൊക്കെ ഒന്ന് തണുക്കും. നമ്മുടെ കാശിന്റെയും വിസയുടെയും കാര്യത്തിന് ഒരു തീരുമാനവും ആവും. അപ്പൊ നീ അവിടെ താമസിക്കും? നമ്മൾ രണ്ടുപേരും അവിടെ തന്നെ താമസിക്കും. ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് അവരറിയാനേ പോകുന്നില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അപ്പൊ അല്ല പൊറോട്ട കഴിക്കും. കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ആക്കരുത്.